കാർഷിക മേഖലയ്ക്കും ഭവന പദ്ധതിക്കും പ്രാധാന്യം നൽകി പെരിനാട് ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. കുടിവെള്ളം, ടൂറിസം, ആധുനിക മാർക്കറ്റ്, കുടുംബശ്രീ ഔട്ട്ലെറ്റുകൾ എന്നിവ ബജറ്റ് ലക്ഷ്യമിടുന്നു. കാർഷിക മേഖലയ്ക്കും കുടിവെള്ളത്തിനും ഊന്നൽ നൽകിയാണ് പെരിനാട് ഗ്രാമപഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് നൌഫിയ ഷിയാസ് അവതരിപ്പിച്ചത്. ഭവനരഹിതർക്ക് വാസയോഗ്യമായ വീട്, ശുദ്ധമായ കുടിവെള്ളം, കായലോരങ്ങളിൽ ടൂറിസം, നെൽകൃഷി, തെങ്ങ് കൃഷി എന്നിവയ്ക്കായി പദ്ധതിയും ബജറ്റിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഭിന്നശേഷി കുട്ടികളുടെയും വയോജനങ്ങളുടെയും സംരക്ഷണത്തിനായി കൂടുതൽ പദ്ധതികളും ബജറ്റ് ലക്ഷ്യമിടുന്നു. സ്മാർട്ട് അംഗനവാടികൾ, കായിക പരിശീലനം, ആധുനിക മാർക്കറ്റ്, തെരുവുനായ സംരക്ഷണം, കുടുംബശ്രീ യൂണിറ്റ്, അഷ്ടമുടിക്കായലിൽ നിന്ന് പിടിക്കുന്ന മത്സ്യങ്ങളുടെ വിൽപ്പനയ്ക്കായി കുടുംബശ്രീ ഔട്ട്ലെറ്റ്, ഫിഷ് സ്റ്റാൾ തുടങ്ങിയ പദ്ധതികൾക്ക് ബജറ്റിൽ ഊന്നൽ നൽകുന്നുണ്ട്. ബജറ്റ് അവതരണ യോഗത്തിൽ പെരിനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് അധ്യക്ഷത വഹിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തെ പെരിനാട് ഗ്രാമപഞ്ചായത്തിലെ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി. കാർഷിക മേഖലയുടെ സമഗ്ര പുരോഗതി, നെൽകൃഷിയുടെ വ്യാപനം വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ നമുക്കറിയാം നാളികേരത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിൽ നാളികേര കൃഷി നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയത്തക്ക നിലയിലേക്ക് പഴയ തെങ്ങ് മുഴുവൻ മുറിച്ചു മാറ്റി അത്യുൽപാദന ശേഷിയുള്ള പുതിയ തെങ്ങിൻ തൈകൾ നടാൻ കഴിയത്തക്ക നിലയിലേക്കുള്ള സമഗ്ര കേര പദ്ധതി, അതുപോലെ തന്നെ എല്ലാവർക്കും വീടില്ലാത്ത ഭവനരഹിതരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വാസയോഗ്യമായ ഭവനം, പാർപ്പിടം നൽകാൻ കഴിയത്തക്ക നിലയിലേക്കുള്ള പാർപ്പിട പദ്ധതി, ലൈഫ് മിഷനുമായി ചേർന്നുള്ള പാർപ്പിട പദ്ധതി, അതുപോലെ തന്നെ കുടിവെള്ളം, നമുക്ക് വലിയൊരു ശുദ്ധമായ കുടിവെള്ള ലഭ്യതയുടെ അഭാവം പരിഹരിക്കാൻ കഴിയത്തക്ക നിലയിലേക്ക് എല്ലാവർക്കും ശുദ്ധമായ കുടിവെള്ളം ലഭിക്കാൻ കഴിയുന്ന പദ്ധതികൾ, അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർ, നമ്മുടെ പഞ്ചായത്തിൽ 2 സ്കൂളുകളാണ്, ബഡ് സ്കൂളും അതുപോലെ തന്നെ BRC, ഏതാണ്ട് 49ഓളം കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. സ്കൂളിൽ വരുന്ന കുട്ടികളെയും അതുപോലെ തന്നെ വരാത്ത നിരവധിയായിട്ടുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതികൾ നമുക്ക് ഈ ബജറ്റിൻ്റെ ഭാഗമായി. എന്നാൽ ബജറ്റ് BJP അംഗങ്ങൾ ബഹിഷ്കരിച്ചു. ജനാധിപത്യപരമല്ലാത്ത നടപടികളുമായി പോയ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ശക്തമായ പ്രക്ഷോഭമുണ്ടാകുമെന്ന് BJP അംഗം ഇടവട്ടം വിനോദ് പറഞ്ഞു. പെരിനാട് പഞ്ചായത്തിലെ ഈ വർഷത്തെ 2026-27 ബജറ്റ് ഇന്നലെ പെരിനാട് പഞ്ചായത്തിൽ അവതരിപ്പിച്ചു. മുൻ വർഷങ്ങളിലെങ്ങും ഇല്ലാത്ത രീതിയിൽ ഇന്നലെ തന്നെ ബജറ്റ് അവതരിപ്പിക്കുകയും ഇന്നലെ തന്നെ ചർച്ചയ്ക്കെടുക്കുകയും ഇന്നലെ തന്നെ പാസ്സാക്കുകയും ചെയ്ത വിചിത്രമായൊരു നടപടിയാണ് പെരിനാട് പഞ്ചായത്തിൽ നടത്തിയിട്ടുള്ളത്. പെരിനാട് പഞ്ചായത്ത് മുൻകാലങ്ങളിലെല്ലാം തന്നെ ബജറ്റ് അവതരിപ്പിച്ചാൽ ആ ബജറ്റിനെ കുറിച്ച് പഠിക്കുവാനും ആ ബജറ്റിനെ കുറിച്ച് വിലയിരുത്തി ചർച്ച ചെയ്യുവാനും 1-2 ദിവസങ്ങൾക്ക് ശേഷം വെച്ചതിന് ശേഷം മാത്രമാണ് ബജറ്റ് പാസ്സാക്കാറുള്ളത്. ഇപ്പോൾ ഇവിടെ വ്യത്യസ്തമായ രീതിയിൽ രാവിലെ തന്നെ ബജറ്റ് അവതരണം നടന്നു. അതിൻ്റെ പിന്നീട് ചർച്ച നടക്കുകയോ അതെല്ലാം തന്നെ ഒറ്റ ദിവസം കൊണ്ട് പൂർത്തീകരിക്കുന്ന രീതിയിൽ വിചിത്രമായ നടപടിയാണ് ഇവിടുത്തെ ഭരണസമിതി ചെയ്തിട്ടുള്ളത്. ഇതിനെതിരെ കഴിഞ്ഞ ദിവസം തന്നെ, ഒരു ദിവസം മുമ്പേ തന്നെ ഈ അജണ്ട വന്നപ്പോൾ തന്നെ BJP മെമ്പർമാർ ഓൺലൈനിലായി ഇതിനകത്ത് പരാതി സമർപ്പിച്ചിട്ടുള്ളതാണ്. ഇന്നലെ അവർ മാറ്റിവെക്കാമെന്ന് പറഞ്ഞെങ്കിലും ഇന്നലെ വീണ്ടും ചർച്ചയിലൂടെ ഇന്നലെ തന്നെ അംഗീകരിക്കുന്ന നടപടിക്കെതിരെ BJP മെമ്പർമാർ വിയോജനക്കുറിപ്പ് എഴുതി കൊടുത്ത് അതിൽ നിന്ന് കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പഴയ കോൺഗ്രസ് മെമ്പർമാരുടെ ഈ പിന്തുണയോടുകൂടി പിന്തുണയോടുകൂടി LDFൻ്റെ ഈ ഭരണസമിതി കോൺഗ്രസ് മെമ്പർമാരുടെ പിന്തുണയോടുകൂടിയാണ്, അവരുടെ പിന്തുണയോടുള്ള ഭൂരിപക്ഷത്തിലാണ് ഇന്നലെ ഈ ബജറ്റ് പാസ്സാക്കിയിട്ടുള്ളത്. ഇത് തികച്ചും ജനാധിപത്യത്തിൻ്റെ ധ്വംസനമാണ്. ഇങ്ങനെയുള്ള ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾക്ക് വിശദമായി പഠിക്കുവാനോ ചർച്ച ചെയ്യുവാനോ ഒന്നും തന്നെ ഇടവരുത്താതെ അവർക്ക് തോന്നിയതുപോലെ ഭരണസമിതി മുന്നോട്ട് പോകുമെന്നുള്ളതിൻ്റെ ഇടത് ഭരണസമിതിയുടെ ധാർഷ്ട്യമാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായും ഇതിനെതിരെ ശക്തമായ പരാതികളുമായി ഭാരതീയ ജനതാ പാർട്ടിയും BJP മെമ്പർമാരും മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുകയാണ്. യാതൊരു ജനാധിപത്യ വിരുദ്ധതയും ഇല്ലെന്നും പഞ്ചായത്ത് ബജറ്റ് ഒറ്റ ദിവസം കൊണ്ട് അവതരിപ്പിക്കാൻ കഴിയുമെന്നും ഇതിൽ സാങ്കേതിക തടസ്സമില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.